രാഷ്ട്രീയമാകുമ്പോൾ അങ്ങനെയാണ്. അവിടെ തെരുവിൽ സമരങ്ങളുണ്ടാകും, പ്രതികരണങ്ങളുണ്ടാകും, പ്രതിഷേധം പലപ്പോഴും തീ പോലെയാളും, കേസുണ്ടാകും. സാധാരണ അത് സ്വാഭാവികം. പക്ഷേ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും അതേ സ്റ്റേഷൻ പരിധിയിൽ സമരമുഖത്ത് സജീവമായിരുന്ന പോലീസിന്റെ മൂക്കിൻ തുമ്പിലുണ്ടായിരുന്ന ഒരു യുവജന നേതാവിനെ ഏതോ രഹസ്യവിവരം കിട്ടിയെന്നൊക്കെ മാരകവൽക്കരിച്ച് കൊടും ഭീകരവാദിയെ പിടികൂടും മട്ടിൽ വീട് വളഞ്ഞ് മാധ്യമങ്ങളോട് മിണ്ടാൻ തുനിയുമ്പോഴൊക്കെ ഷട്ടിൽ പിടിച്ചകത്തിടുന്ന പോലീസ് നടപടി സ്വാഭാവികമല്ല, ഭരണകൂട ഭീകരത എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലത്. പ്രതിപക്ഷ സമരങ്ങളെ, സകലവിധമായ വിയോജിപ്പുകളെയും അനുവാദരഹിതമായ പരമാവധിയിൽ നേരിടുന്ന ഭീകരവൽക്കരിക്കുന്ന ഒരു ഭരണകൂട നയത്തിന്റെ നീതികെട്ട തുടർച്ചയാണ്. ആ കേസിനാസ്പദമായ പ്രതിഷേധം പൊടുന്നനെ പൊട്ടിവീണതല്ല. അത് നവകേരള സദസ്സിന്റെ ഒരു ജനാധിപത്യ വിരുദ്ധ മാതൃകയിൽ CPM ശമ്പളം കൊടുക്കുന്ന ഒരു കൂലിപ്പട കണക്കെ വിയോജിപ്പിന്റെ ഒരു നേരിയ കരിങ്കൊടി കാണുമ്പോഴേക്കും ചുവപ്പ് കണ്ട കാളകണക്കെ മുക്കറയിട്ടെത്തിയ ഏമാന്മാരോടും കാലുവയ്യാത്തൊരുത്തൻ്റെ വരെ നട്ടല് നോക്കി ചവിട്ടിയ B ടീം ഗുണ്ടാപ്പടയോടുമുള്ള സ്വാഭാവിക പ്രതികരണമാണ്. അമ്മയുടെ മുന്നിൽ അധികാരത്ത് വീട് കയറിയ പോലീസ് രാഷ്ട്രത്തെ, ഞങ്ങളുടെ ഒരു SFI സഖാവിനെ, ഒരു സാന്ദ്രാബോസിനെ രാവിലെ 5 മണിക്ക് വീട് കയറി പോലീസ് പിടിച്ചില്ലേ എന്ന് ലജ്ജയില്ലാതെ ക്യാപ്സ്യൂൾ നിരത്തുമ്പോൾ രാഷ്ട്രീയ സമരം നടത്തിയ ഒരു 21-കാരിയെ പിടികൂടാൻ രാത്രി തീരും മുൻപ് കാക്കിക്കൂട്ടം വീട്ടിൽ കയറിയെങ്കിൽ നിർത്ത് പോലീസെ, നിന്റെ മര്യാദകേട് എന്ന് രോഷപ്പെടാതിരിക്കാനും മാത്രം വരിയുടക്കപ്പെട്ടെങ്കിൽ, വന്ധ്യംകരിക്കപ്പെട്ടെങ്കിൽ പിന്നെ ഈ SFIയും DYFIയും എന്തിനാണ്? അത് പോലീസിന് മാത്രം പറ്റുന്ന ഒരു മഹാപരാധമല്ല. അത് വിയോജിപ്പുകളുടെ തീവ്രവാദവൽക്കരണം. കേരളയിൽ സമരകാലത്ത് കേട്ടു, വടക്കോട്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, തെക്കോട്ടെങ്കിൽ RSS. ഒരു തീരദേശത്തിന്റെ അതിജീവന സമരകാലത്ത് അന്നത്തെ മന്ത്രി ആന്റണി രാജുവിന്റെ കൂടപ്പിറപ്പിന്റെ അടക്കം ചിത്രങ്ങൾ നിരത്തി പാർട്ടി പത്രം പടച്ചുവിട്ട തീവ്രവാദ ബന്ധത്തിന്റെ കോൺസ്പിറസി കള്ളക്കഥ. പ്രതിഷേധത്തിന്റെ വാർത്തകൾ പറഞ്ഞതൊരു ജീവിതം മുടിഞ്ഞുപോകും മട്ടിൽ പരമാവധി വകുപ്പുകൾ ചുമത്തി കള്ളക്കേസുകളും മാധ്യമവേട്ടയും അടക്കം അമിതാധികാരത്തിന്റെ അധമ പ്രയോഗ സാക്ഷ്യങ്ങൾക്ക് കണക്കുണ്ടോ? പ്രായാധിക്യത്തിലും അടിയറ വയ്ക്കാത്ത മേധാശക്തി മൂർച്ചയിൽ പോലീസ് മന്ത്രിയെ വേദിയിലിരുത്തി MD അത് പറയാൻ ധൈര്യപ്പെട്ടെങ്കിലും അധികാര വാഴ്ചാ വഴിയിൽ പതക്കങ്ങൾ, പദവികൾ കൊതിക്കുന്ന ബുദ്ധിജീവിക്കാവട്യങ്ങൾ തുടരട്ടെ, ഉറക്കം നടിക്കൽ. പക്ഷേ വീട് കയറി വിട്ടുമെന്ന ഭീഷണിയിൽ NDF RSS ചാപ്പയടിക്കുന്ന കള്ളപ്രചാരകരെ പേടിച്ച്, കള്ളക്കേസുകൾ പേടിച്ച് മൗനികളായാൽ കേരളമേ അത് ഈ കാലത്തോട് ചെയ്യുന്ന മഹാപരാധമാണ്. ഇതിലും വലിയ കിരാതക്കാക്കിയോട് പോലീസ് സ്റ്റേഷനോട് പോയി പണി നോക്കാൻ പറഞ്ഞ രാഷ്ട്രീയ കേരളം ഈ പിത്തലാട്ടം കണ്ടങ്ങ് മുണ്ടിൽ മൂത്രമൊഴിക്കുമെന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് വേണ്ടത് സൈക്യാട്രിക് ചികിത്സയാണ്, അഥവാ ഊളംപാറയിൽ വിശദമായ തലപരിശോധന. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.